ഹബീബായ പ്രവാചകൻ 15 നൂറ്റാണ്ട് മുമ്പ് പ്രപഞ്ചത്തോട് വിളിച്ചു പറയുകയാ, ആരാ അർശിന്റെ തണൽ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം ആരാ? പടച്ച തമ്പുരാനോ പറയുകയാ, അല്ലാഹുവിന്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ജീവിച്ച യുവാവുണ്ടല്ലോ, യുവതിയുണ്ടല്ലോ, പടച്ച തമ്പുരാന്റെ ആരാധനകളുമായി ബന്ധപ്പെട്ട് ജീവിച്ച യുവത്വമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ഓടിയെടുത്ത യുവാക്കൾ യുവതികളുണ്ടല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കു പൊന്നുമോനെ, ഒന്ന് ആലോചിച്ചു നോക്കു പൊന്നുമോനെ. എന്ത് ആരാധനയാ, എന്ത് ആരാധനകളോടുള്ള ആത്മാർത്ഥതയാ നമ്മുടെ അന്തരാളത്തിലുള്ളത്. ആലോചിച്ചു നോക്ക്, വളരെ ഗൗരവത്തിലൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹുവിനോടാണോ നമുക്കടുപ്പം, അതോ ഭൗതികമായ ഭ്രമമാണോ നമ്മൾ ഉള്ളിൽ മതിക്കുന്നത്? പാശ്ചാത്യ സംസ്കാരങ്ങളാണോ, പരിശുദ്ധമായ ദീനിന്റെ ചൊവ്വയുള്ള രീതികളാണോ, ഏതാണെന്ന് വളരെ ഗൗരവത്തിലൊന്ന് ആലോചിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിശുദ്ധമായ കഴിഞ്ഞ റമദാൻ കിടന്നിട്ട് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുന്നത്താക്കിയിട്ടുള്ള പെരുന്നാളുണ്ടല്ലോ. എല്ലാവരും, എല്ലാ ചെറുപ്പക്കാരും ഒന്ന് മനസ്സു തുറന്ന് കേൾക്കണേ. എല്ലാവരും വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ. സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ആലോചിക്കാൻ വേണ്ടി പറയുകയാ. ആ സുന്ദരമായ പരിശുദ്ധമായ 30 ദിവസവും നമ്മൾ പടച്ചവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കറന്ന് അവന്റെ കരുണ ചോദിച്ചു, അവന്റെ മഗ്ഫിറത്ത് ചോദിച്ചു, നരകമോചനം ചോദിച്ചു. അതിനുശേഷം 30 നോമ്പും പൂർത്തിയാക്കിയിട്ട് വിശുദ്ധമായ പെരുന്നാളിന് പള്ളിയിലേക്ക് കിടന്നു വന്നപ്പോൾ നോക്കുമ്പോൾ കുറെ കറുത്ത ഷർട്ടിട്ട മുണ്ടൊടുത്ത ചെറുപ്പക്കാരെ കണ്ടില്ലേ? കുറെ കറുത്ത ഷർട്ടിട്ട മുണ്ടൊടുത്ത ചെറുപ്പക്കാരെ കണ്ടില്ലേ? പ്രത്യേകമായ കരയുള്ള തുണിയെടുത്ത ചെറുപ്പക്കാരെ കണ്ടില്ലേ? പ്രത്യേകമായി ബുൽഗാൻ താടി പോലെയുള്ള താടി വെച്ചിട്ട് ഒരുപാട് സെൽഫികൾ നമ്മൾ കണ്ടില്ലേ? എന്നോട് ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്റെ സഹോദരങ്ങൾ, അനുജന്മാരടക്കമുള്ളവർ പറഞ്ഞു, ഉസ്താദേ ഈ ചിത്രം എന്താണെന്നറിയോ ഉസ്താദേ? ഞാൻ ചോദിച്ചു, പെരുന്നാളിന് പോകുന്ന എന്താ ഇങ്ങനെ ഒരു വസ്ത്രം? സാധാരണ വെള്ള വസ്ത്രം ധരിച്ചിട്ടല്ലേ ചെറുപ്പക്കാര് പോകുന്നത്? വെള്ള വസ്ത്രം ധരിച്ചിട്ടല്ലേ ചെറുപ്പക്കാര് പോകുന്നത്? ഡാർക്കായിട്ടുള്ള ഡ്രസ്സ് സാധാരണ പെരുന്നാളെന്ന ആഘോഷവേളയിൽ ആരും ഉപയോഗിക്കാറില്ല. ഇതെന്താ? കരിമ്പടം ധരിച്ചിട്ടൊരു കൂട്ടം ചെറുപ്പക്കാര് വളരെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല നാടുകളിലും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരനോട് വേദനയോടെ പറയുകയാ, എന്ത് ചെയ്യാനാ ഉസ്താദേ? ഈ സമുദായത്തിന്റെ മക്കള്, ഈ സമുദായത്തിന്റെ മക്കളാ പ്രേമം എന്ന് പേരുള്ള ഒരു സിനിമയുടെ മോഡൽ ഏറ്റെടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളെ പ്രതി മദീന ശരീഫിൽ കിടക്കുന്ന പുണ്യപ്രവാചകനെ കുത്തി നോവിക്കുകയല്ലേ? എന്ത് കൾച്ചറാ പൊന്നുമോനെ! 30 ദിവസവും റബ്ബിന്റെ മുമ്പിൽ ആരാധനകളുമായി ബന്ധപ്പെട്ടിട്ട് ആ പെരുന്നാൾ ദിവസം ഒരു സിനിമയുടെ മോഡൽ ഏറ്റെടുത്ത് ചെറുപ്പക്കാരാ, നിനക്ക് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുമോ? നിനക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുമോ? നിനക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുമായിട്ട് കണക്ഷൻ കിട്ടുമോ? നീ എത്ര പൊട്ടിക്കരഞ്ഞാലും ഹബീബായ നബി തങ്ങൾ കനിയുവോ? ഔലിയാക്കന്മാര് നിനക്ക് കരങ്ങൾ തരുവോ? അവരെ ഒന്ന് കിനാവില് കാണാൻ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ പറ്റുമോ? സന്തോഷത്തോടെ ഖബറിൽ കടക്കാൻ പറ്റുമോ? അർശിന്റെ തണലിന്റെ പരിസരത്ത് നിൽക്കാൻ പറ്റുമോ? പൊന്നുമോനെ, ഹബീബായ പ്രവാചകൻ മുമ്പല്ല് കൊടുത്ത് പോറ്റിയെടുത്ത ഈ കൾച്ചർ, സഹാബികൾ അവരുടെ ജീവൻ കൊടുത്ത് പോറ്റിയെടുത്ത വിശുദ്ധമായ ഇസ്ലാം, സഹാബികൾ അവരുടെ സർവമാന സ്വത്തുക്കളും സമ്പത്തും അതാ കൊടുത്തുകൊണ്ട് പോറ്റിയെടുത്ത വിശുദ്ധമായ ഇസ്ലാം, ഒരുപാട് ചാട്ടവാറിന്റെ അടിയും ജയിൽവാസവും സഹിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഇമാമിയങ്ങൾ സഹിച്ച സഹനം കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ ഇസ്ലാം, അതിനെ പന്താടി നടക്കല്ല പൊന്നുമോനെ. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടേണ്ട പൊന്നുമോനെ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ടു പോകാൻ തൗഫീഖ് ലഭിച്ച യുവാക്കൾ, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന യുവത്വം, ആരാധനകളുമായിട്ട് അടുപ്പമുള്ള അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു